രാവിലത്തേക്ക് ഇനി എന്തുണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനും വേണ്ട. ഇന്നാ പിടിച്ചോ, നല്ല കിഡിലൊരു ഐറ്റം, നല്ല സിമ്പിളുമാണ്, നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു ബൺദോശയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ തലേന്ന് തന്നെ ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു നാഴി പച്ചരിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 1/4 കപ്പ് ചോറാണ് എടുത്തേക്കുന്നത്. ഏത് റൈസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ്, കല്ലുപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ അരി കുതിർത്ത് വൈകിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാരയും മുറി തേങ്ങയും ഒരു ടീസ്പൂൺ പെരിഞ്ജീരകവും നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ലതായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു സെക്കൻഡ് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതേപോലെ മിക്സ് ആക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഈസ്റ്റോ സോഡാപ്പൊടിയോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബൺദോശ നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇനി ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. നല്ലതായിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ പൊക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ബബിൾസ് ഒക്കെ വരുമ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നല്ല പോലെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നിമിഷ നേരങ്ങൾക്കുള്ളിൽ നല്ല നല്ല കിഡിലിനൊരു ബൺദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എപ്പോഴും ഒരേ തരത്തിലുള്ള റെസിപ്പിക്ക് പകരം ഇതേപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് പരീക്ഷിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.